രാജഗോപാൽ സാർ, പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒടുവിൽ എട്ടാമനും പുറത്തേക്ക്. പത്മകുമാറിനും ജാമ്യം ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് പക്ഷേ CPM-ന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. സാർ എങ്ങനെയാണ് പത്മകുമാറിന്റെ ഈ ജാമ്യത്തെ വിലയിരുത്തുന്നത്? ഒരു പ്രതിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി എന്നുള്ളതല്ല, അതല്ല നീതു അതിന്റെ ഏറ്റവും വലിയ കാര്യം. നീതു ആ രണ്ടാമത് സൂചിപ്പിച്ച കാര്യമാണ്. പത്മകുമാറിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. പത്മകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കേസിൽ പ്രതിപ്പട്ടികയിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് തന്നെയാണ്. എന്നുവെച്ചാല് അദ്ദേഹം കോന്നി MLA ആയിരുന്നു. CPM-ന്റെ കോന്നിയിലെ MLA ആയിരുന്നു. അതുപോലെ തന്നെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. നിലവിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗവും കൂടാണ്. അപ്പൊ അങ്ങനെയുള്ള ആളാണ്. അത്തരത്തിൽ രാഷ്ട്രീയ തലത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹമാണ് പ്രതിപട്ടികയിൽപ്പെട്ട് കേസിൽപ്പെട്ടിട്ട് ഇതിപ്പോ 100 ദിവസം കഴിഞ്ഞപ്പോ 104-ാമത്തെ ദിവസവും മറ്റുമാണ്. 104-ാമത്തെ ദിവസമാണ്. 2 കേസുകളിലും അദ്ദേഹത്തിന്റെ എന്ന് പറയല അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പേരിലുണ്ടായിരുന്ന കേസാണ്. ആ 2 കേസിലും പത്മകുമാറിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ 90 ദിവസം കഴിയുമ്പോൾ കിട്ടേണ്ടതാണ്. ഇതിപ്പോ 2 കേസുകളും ചാർജ് ഷീറ്റ് വന്നതിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇപ്പൊ 104 ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം പുറത്തേക്ക് വരുമ്പോഴ് ഇപ്പം നേരത്തെ തന്നെ ഒരുപാട് പ്രതികൾ വന്നിട്ടുണ്ട്. കേസിലെ 1-ാം പ്രതി തന്നെ പുറത്തു പോയി. 2 കേസുകളിൽ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു പോയിട്ടുണ്ട്. സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു പോയി. അതേപോലെ തന്നെ തന്ത്രി, പ്രധാനപ്പെട്ട ഒരു പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ആളായിരുന്നു ശബരിമല തന്ത്രി കണ്ഠർ രാജീവർക്ക് 41 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അത് വേറെ ചില കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജാമ്യം വന്നിരിക്കുന്നത്. ഇത് സ്വാഭാവിക ജാമ്യമല്ല, അല്ലാതെ അദ്ദേഹം പുറത്തേക്ക് പോയതാണ്. അദ്ദേഹത്തിനെതിരെ പ്രത്യക്ഷമായിട്ടൊന്നും കുറ്റങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു പരാമർശമാണ് അന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായത്. അതേ തുടർന്നാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ മുൻ കമ്മീഷണറും പിന്നീട് പ്രസിഡന്റുമായി N വാസുവിനും ജാമ്യം കിട്ടി. അദ്ദേഹവും പുറത്തേക്ക് പോയി. അദ്ദേഹത്തിനും ജാമ്യം കിട്ടി, ഇപ്പൊ പുറത്താണ്. അപ്പൊ അങ്ങനെ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെല്ലാവരും സ്വാഭാവികമായോ അല്ലാതെയോ ജാമ്യം കിട്ടി പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ അതുപോലെയല്ല പത്മകുമാറിന്റെ ജാമ്യം എന്ന് പറഞ്ഞാൽ CPM എന്നുള്ള രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ് അവരുടെ ഈ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലിന്റെ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് അതിന്റെ ചൂട്, അതിന്റെ പരമാ കോടി നിൽക്കുന്ന സന്ദർഭമാണ്. ആ സമയത്ത് പത്മകുമാറിനെ പോലെയുള്ള ഒരാള് ജയിലിൽ കിടക്കുക, ജാമ്യം കിട്ടാതെ ഒക്കെ ഉള്ള ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞു നിൽക്കാനൊക്കത്തില്ല, പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. ഇപ്പോൾ തന്നെ പലതവണയായിട്ട് ചില ചോദ്യങ്ങൾ വന്ന സമയത്തും പാർട്ടി സെക്രട്ടറി ശ്രീ M.V. ഗോവിന്ദൻ അങ്ങനെയാണ് ന്യായീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പൊ പ്രതിസ്ഥാനത്തല്ലേ ഉള്ളൂ, കുറ്റപത്രം വരട്ടെ എന്നൊരു നിലപാടാണ് പാർട്ടി സെക്രട്ടറി സ്വീകരിച്ചിരുന്നത്. അത് M.V. ഗോവിന്ദന് പല ഘട്ടങ്ങളിലായിട്ട് പല സ്ഥലത്തും ആ നിലപാട് ആവർത്തിക്കേണ്ടി വന്നു. പാർട്ടിയുടെ മറ്റു നേതാക്കന്മാരും അത് തന്നെ ആവർത്തിക്കുകയായിരുന്നു. കുറ്റപത്രം വന്ന് പ്രതിയായി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനമെടുക്കാം, പാർട്ടി സ്ഥാനത്ത് നിന്ന് മാറ്റാവുന്നൊക്കെയുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഒരു പാർട്ടിയാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നിലവിൽ MLA-മാരായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, അങ്ങനെയുള്ളൊരു ജില്ലയില് എന്തെങ്കിലും പത്മകുമാറിന്റെ പേരിൽ അല്ലെങ്കിൽ ശബരിമല കൊള്ളയുടെ പേരിൽ ഒരു രാഷ്ട്രീയപരമായ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് പത്തനംതിട്ട മാത്രം നിൽക്കുന്നതല്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഓൾ കേരള നിൽക്കുന്ന എല്ലാ മണ്ഡലങ്ങളെയും, പ്രധാനപ്പെട്ട കുറെ മണ്ഡലങ്ങളെ അത് ബാധിക്കും. ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നത്, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ട സ്ഥാനത്ത് CPM-ന്റെ പ്രമുഖരായ നേതാക്കന്മാർ കുടുങ്ങിയിരിക്കുന്നു. അവരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു MLA ഒക്കെ പ്രതിസ്ഥാനത്ത് ഉണ്ടെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതിന്റെ പേരിൽ അവർ വീടാന്തരം പ്രചരണങ്ങൾ വരെ നടത്തി. ഓരോ വീടുകളിലും കയറി ഇറങ്ങി പ്രചരണം നടത്തി. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് വലിയ പങ്കാളിത്തമില്ല, ഇനി അഥവാ ആരെങ്കിലും പങ്കാളികളാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ പ്രചരണങ്ങളൊക്കെ നടത്തി. പക്ഷെ അതൊന്നും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ അതൊന്നും സ്വാധീനിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് തെളിയുന്നത്, അല്ലെ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് വലിയ ക്ഷീണമുണ്ടാക്കി. അതൊന്നും ആളുകൾ വിശ്വസിക്കാതെ വന്നു. അപ്പൊ ആ ഒരു അവസരത്തില് ഇതിന്റെയൊക്കെ അത്തരത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വേണം പത്മകുമാറിന്റെ ഈ ജാമ്യത്തെ നമ്മൾ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ടായാലും ഒരുപാട് തെളിവുകൾ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ തെളിവുകളെല്ലാം കൂടെ ഈ മാർച്ച് 31-നാണ് SIT-യുടെ ഫൈനൽ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന് വരേണ്ടത്. ഈ മാർച്ച് 31-ന് അവസാന കുറ്റപത്രം എല്ലാം കൂടെ ചേർത്തുള്ള
റിപ്പോർട്ട് വരും, എസ്ഐറ്റിയുടെ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അത് പരിശോധിക്കും. പരിശോധിച്ച ശേഷമായിരിക്കും കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വരുന്നത്. അപ്പൊ വീണ്ടും എന്തായാലും കുറച്ച് ദിവസം കൂടെ സാവകാശം കിട്ടും. നമ്മുടെ ഈ സാവകാശം എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ഏപ്രിൽ കടക്കും. ഏപ്രിൽ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി രക്ഷപ്പെട്ടു, CPM രക്ഷപ്പെട്ടു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് മാത്രമാണ് മുൻപിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഏപ്രിൽ പകുതിയെങ്കിലും കടന്നു കിട്ടി, അല്ലെങ്കിൽ ഏപ്രിലിന്റെ അവസാനത്തോടു കൂടിയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നീങ്ങി വന്ന് കുറ്റപത്രവും ചാർജ് ഷീറ്റും ഒക്കെ ആകുന്നതെങ്കിൽ കടന്നുകൂടാൻ പറ്റി. ഇനിയിപ്പോ ആര് പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നടപടി എടുത്താൽ മതിയല്ലോ. ഇതാ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നു, പത്മകുമാറിനെതിരെ കുറ്റമുണ്ട്, അല്ലെങ്കിൽ വാസുവിനെതിരെ കുറ്റമുണ്ട്, എൻ വാസു എന്ന് പറയുന്ന പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കുറ്റമുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്നേരം തീരുമാനിച്ചാൽ മതി. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ കടന്നു കിട്ടും. അതിന്റെ ഒരുക്കങ്ങളിലാണ് കേട്ടോ, അതിന്റെ പരിഹാരക്രിയകളിലാണ് ശരിക്കും CPM ഉള്ളത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം വന്നത് കണ്ടില്ലേ, ശബരിമലയിലെ യുവതീ പ്രവേശം വലിയ പ്രശ്നമായിരുന്നു. അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടു മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ദോഷമായിട്ട് ഭവിച്ചതാണ് ശബരിമലയിലെ ഒരു കോടതി ഉത്തരവിന്റെ മറവിൽ യുവതികളെ പ്രവേശിപ്പിച്ചത്. ഇതിപ്പോ ആ ഉത്തരവ് തിരുത്താൻ പോകുന്നു. ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം തിരുത്താൻ പോകുന്നു. അതാണ് കഴിഞ്ഞ ദിവസം ഉള്ള തീരുമാനം വന്നിരിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം വന്നിരിക്കുന്നു. അത് ദേവസ്വം ബോർഡാണ് ആദ്യം അതിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പാർട്ടിയുടെ തലത്തിൽ എന്തായാലും തീരുമാനമില്ലാതെ ദേവസ്വം ബോർഡ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ദേവസ്വം ബോർഡ് പറയുന്നത് ഞങ്ങളുടെ സത്യവാങ്മൂലം ഞങ്ങളെ വിശ്വാസികൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ ആചാരങ്ങൾ സംരക്ഷിക്കണം. അതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്. ആ നിലപാട് ഈ 15-ന് മുമ്പായിട്ട് സുപ്രീം കോടതിയിൽ എഴുതി കൊടുക്കുമെന്നാണ്. ഈ കേസ് കേൾക്കുന്ന വലിയ ഭരണഘടനാ ബെഞ്ചിലാണ് കേസ് വരുന്നത്, അവർക്ക് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ഒരു അനുമതി അതിനകത്ത് ഉണ്ടാകും. ഗവൺമെന്റിന്റെ അനുവാദം ഇല്ലാതെ ദേവസ്വം ബോർഡ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പുറമെ ഗവൺമെന്റിന്റെ സത്യവാങ്മൂലം വേണ്ടി വരും. ഗവൺമെന്റും സത്യവാങ്മൂലം കൊടുക്കും. ഒരു യുവതിയെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ഇനി ഇത്തരം കാര്യങ്ങളിൽ ശബരിമലയിലെ ആചാര സംരക്ഷണത്തോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള യുവതികളെ ശബരിമലയിൽ കയറ്റുന്നതിന് സർക്കാരും തയ്യാറല്ല എന്നുള്ളത് തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തം സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പൊ ഈ കേസും വരുന്നത്. ശബരിമല കേസും നിലനിൽക്കുന്നത്, ഈ കട്ടളപ്പാളി ദ്വാരപാലക കേസും നിൽക്കുന്നത്. പക്ഷെ കേസിന്റെ വഴിക്ക് പോകും കേട്ടോ. കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് മറ്റേ രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തേണ്ടി വരും. കേസിനകത്ത് പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അയ്യപ്പന്റെ എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര പവൻ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പവൻ എന്നുള്ളതല്ല, അതിന്റെ വിശ്വാസ മൂല്യ പ്രകാരം എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ശബരിമലയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പോയിട്ടുണ്ട്, എന്തെല്ലാം തകരാറുകൾ ഇപ്പൊ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ കണക്കിനും കാര്യങ്ങളിലും ഒന്നും വ്യക്തതയില്ല. ഇതിപ്പോ അവസാനം നടത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തിന് പോലും കൃത്യമായ കണക്കുകളില്ലെന്നാണ് പറയുന്നത്. അതും നാളെ വരികയാണ്. നാളെ വളരെ നിർണായകമായ ദിവസമാണ്. ശബരിമലയിലെ ഒരു ദിവസം നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ഏതാണ്ട് 7 കോടിയിലധികം രൂപ ചെലവായെന്ന് നടത്തിപ്പുകാരായ കമ്പനികൾ അപേക്ഷ കൊടുത്ത് അതിന്റെ പേരിൽ ഓഡിറ്റർ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അതിന്റെ കണക്ക് എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോൾ ആരുടെയിലും കണക്കില്ല. ഓഡിറ്റ് സ്ഥാപനത്തിന് കൃത്യമായ രേഖകൾ കൊടുക്കുന്നില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കൃത്യമായ തെളിവുകൾ വരുന്നില്ല. അപ്പൊ കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഒരു ദിവസത്തെ പരിപാടിയെന്ന് ആലോചിക്കണം. ഒരു ദിവസത്തെ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ ചെലവിന്റെ കണക്ക് പോലും ഈ 5 മാസം കഴിഞ്ഞിട്ടും സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നാളെ മുഴുവൻ കണക്കുകളുമായിട്ട് കോടതിയിൽ വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓഡിറ്റർ സ്ഥാപനത്തിനോട് അടക്കം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും നാളെ കോടതിയിൽ ഹാജരാകണം. അപ്പൊ ശബരിമല ഒരു വലിയ പ്രശ്നമായിട്ട് മാറി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDF-ഉം BJP-യും ശക്തമായിട്ട് ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ശബരിമല തന്നെയാണ്. അതിനിടയിൽ CPM-ന് കിട്ടിയ ഒരു വലിയൊരു ആശ്വാസമാണ് അവരുടെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. അപ്പൊ നാളെ തൊട്ട് അവർക്ക് പറയാം, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ പറയാം, കേസിന്റെ വഴിക്ക് പൊക്കോട്ടെ, ഞങ്ങൾ കേസിനകത്ത് ഇടപെടുന്നില്ല, കുറ്റപത്രം വരട്ടെ, കുറ്റപത്രം വന്ന് കുറ്റവാളിയാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും. തൽക്കാലം തെരഞ്ഞെടുപ്പ്, അതുകൊണ്ട് അതിനൊക്കെ ഒരു കാലം എന്ന് പറയുന്നത് ഏപ്രിൽ അവസാനത്തോടു കൂടിയൊക്കെ അത് വരികയുള്ളൂ. അപ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് കിട്ടും. പിന്നെ പത്മകുമാറിനെതിരെ നടപടി എടുക്കാതിരിക്കുവോ, അതൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബോധന ചെയ്യുന്ന പ്രശ്നമേ അല്ല കാര്യത്തില്. കേസാണെങ്കിൽ ആ വഴിക്ക് പൊക്കോട്ടെ എന്നുള്ളതായിരിക്കും പാർട്ടിയുടെ നിലപാട്. എന്തായാലും അവർക്ക് ഒരു വലിയ ആശ്വാസമാണ് ഈ കോടതി ഉത്തരവുകളോട് ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതാണ് സാർ പറഞ്ഞതുപോലെ CPM-നെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ CPM-നെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നതും ശബരിമല സ്വർണ്ണക്കൊള്ള കേസായിരുന്നു. ഇപ്പോഴിതാ പത്മകുമാറിനും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നത് CPM-നെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ്.
തിരഞ്ഞെടുപ്പിന് ശേഷം പത്മകുമാറിനെ പോലെയുള്ളവരുടെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ CPM എന്ത് നിലപാടെടുക്കും എന്നത് പിന്നീട് പൊതുജനങ്ങളെയോ അല്ലെങ്കിൽ പാർട്ടിയെ തന്നെയോ ഒരുപക്ഷെ ബോധേഡ് ആയിരിക്കുന്ന ഒരു കാര്യവുമല്ല. പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. CPM-ന് വളരെ ആശ്വാസകരമായ വാർത്ത. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മികച്ച രീതിയിൽ പ്രചാരണം നടത്തുമ്പോഴൊക്കെ CPM-ന് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം കൂടിയാണിത്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ.